പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 28 ചൊവ്വാഴ്ച, വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് മുഴുവനും കൂടെ ഉണ്ടാകട്ടെ. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 13-ാം വചനം ധ്യാനിക്കാം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ദിവസമാണെന്ന്. മലമുകളിലേക്കാണ് അവർ വിളിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാർത്ഥ താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് കാഴ്ചപ്പാടുകളെ വിശാലമാക്കേണ്ടവരാണവർ. അപ്പോസ്തലന്മാരെ പോലെ കർത്താവിൻ്റെ സമീപത്ത് വസിക്കേണ്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവരിലൂടെ സഭാമക്കൾക്ക് എല്ലാവർക്കും ഈശോയുടെ സ്നേഹവും അവിടുത്തെ കരുണയും സാന്ത്വനവും എല്ലാം ലഭിക്കാൻ ഇടവരണം. കർത്താവേ, അങ്ങയുടെ എല്ലാ ശുശ്രൂഷകർക്കും അങ്ങയുടെ ഹൃദയത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാനുള്ള കൃപ നൽകണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.